നമസ്കാരം. നമ്മളിലെല്ലാം ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. 6 വയസ്സുവരെ നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങളാണ് നമ്മളുടെ ശിശുഭാവത്തെ രൂപപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ പലതരം കുട്ടികളായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൽ ഉണ്ടായിരിക്കുക. ഇതിൽ ഒന്നാമത്തേതാണ് പ്രകൃതിദത്ത ശിശുഭാവം അല്ലെങ്കിൽ നാച്ചുറൽ ചൈൽഡ് എന്നത്. ജനിച്ചു വീഴുന്ന കുഞ്ഞിലുള്ളത് പ്രകൃതിദത്ത ശിശുഭാവമാണ്. നമ്മൾ ഇൻഡ്യൂഷൻ എന്നൊക്കെ പറയുന്ന അതീന്ദ്രിയ ജ്ഞാനമൊക്കെ ഈ ഭാവത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. വികാരങ്ങളും അറിയാനുള്ള ആഗ്രഹവും സർഗാത്മകതയും ക്രിയേറ്റിവിറ്റിയും എല്ലാം ഇതിൻ്റെ പ്രത്യേകതകളാണ്. ശാഠ്യവും പ്രതിഷേധവും ഇണങ്ങലും പിണങ്ങലുമെല്ലാം ഇതിലുണ്ട്. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാനാണ് ഇവയെല്ലാം. ജീവിതം ആസ്വദിക്കണമെങ്കിൽ നല്ലൊരു ശിശുഭാവം ആവശ്യമാണ്. ശിശുഭാവമില്ലെങ്കിൽ നമ്മൾ അറുബോറന്മാരാകും. ഒന്നിലും സന്തോഷം കണ്ടെത്താനാവാത്ത സ്ഥിതിയുമുണ്ടാകും. പിതൃഭാവത്തിൻ്റെ വിലക്കുകൾ ഒന്നും സ്വാധീനിക്കാത്ത ഈ ഭാവത്തെ സ്വതന്ത്രമായ ശിശുഭാവം അഥവാ ഫ്രീ ചൈൽഡ് എന്നും ഡോക്ടർ ബേൺ വിശേഷിപ്പിക്കുന്നു. എന്നാൽ സ്വതന്ത്രമായ ശിശുഭാവം സാമൂഹ്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. അതിനാൽ ഈ ഭാവത്തെ ഒന്ന് മെരുക്കണം. ഇങ്ങനെ മെരുക്കുന്നതിനെ മെരുക്കിയ ശിശുഭാവം അഥവാ അഡാപ്റ്റഡ് ചൈൽഡ് എന്ന് പറയുന്നു. സ്വതന്ത്ര ശിശുഭാവം സ്വന്തം കാര്യം നേടുന്നതിൽ ശ്രദ്ധാലുവാണ്. അതിനാൽ ചില നിബന്ധനകൾക്ക് വിധേയമായി ജീവിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം. ഇങ്ങനെ മെരുക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ 2 തരം കുട്ടികൾ ഉണ്ടായേക്കാം. അനുസരണ കുട്ടികളും അഥവാ കംപ്ലൈൻറ്റ് ചൈൽഡും, വഴക്കാളി അഥവാ റിബല്യസ് ചൈൽഡും. മെരുക്കലിൻ്റെ ഫലമായി മാതാപിതാക്കളും മുതിർന്നവരും പറയുന്ന കാര്യങ്ങൾ അതേപടി പാലിക്കുന്നവരെയാണ് ഡോക്ടർ ബേൺ അനുസരണ കുട്ടികൾ എന്ന് വിളിച്ചത്. എന്നാൽ അനുസരണ കുട്ടികളുടെ നേരെ വിപരീതമാണ് വഴക്കാളികൾ. അച്ഛനമ്മമാരുടെ നിർദ്ദേശങ്ങളോട് യോജിക്കാനാവാതെ ഇവരെ എതിരിടുന്നവരാണ് വഴക്കാളികൾ. ചെറുപ്പത്തിലെ കരഞ്ഞ് ശാഠ്യം പിടിക്കുമ്പോൾ ഗത്യന്തരമില്ലാതെ ആ ആവശ്യം മാതാപിതാക്കൾ നിറവേറ്റി കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. വഴക്കിട്ടാൽ കാര്യം നേടാം എന്നാണ് കുട്ടി അതിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഈ സ്വഭാവം തുടരുന്നവരാണ് കാര്യം കാണാൻ വലുതായി കഴിഞ്ഞും വഴക്കുണ്ടാക്കുന്നത്. എന്നാൽ തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാൻ വഴക്കാളി ഉണ്ടാകുമെന്നത് ഒരു നല്ല വശവുമാണ്. ഇനി മറ്റൊരു തരം ശിശുഭാവമാണ് സൂത്രശാലി അഥവാ ലിറ്റിൽ പ്രൊഫസർ. ഒരച്ഛൻ തൻ്റെ 2 കുട്ടികൾക്ക് വേണ്ടിയുള്ള ചോക്ലേറ്റ് മൂത്തവനെ ഏൽപ്പിച്ചു. പോരും വഴിക്ക് കുഴിയിൽ ചാടി ഒരു മിഠായി പോയി. അപ്പോൾ അവൻ പറഞ്ഞു, അനിയൻ്റെ മിഠായി പോയി, കയ്യിലുള്ളത് തൻ്റേതാണെന്ന്. ഇത്തരത്തിൽ സ്വന്തം കാര്യം നേടാൻ സൂത്രശാലിത്വം കാണിക്കുന്ന ഒരു കുട്ടി നമ്മുടെ ഉള്ളിലുമുണ്ടാവാം. ഇതിനെയാണ് ലിറ്റിൽ പ്രൊഫസർ എന്ന് വിശേഷിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ കുട്ടി ഇതിൽ ഏതിൽപ്പെടും എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ.